സഹൃദയ സംഘം വടകരയുടെ ആഭിമുഖ്യത്തിൽ ആദരവോടെ എന്ന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. എം.ബി. ശ്രീനിവാസനെ അനുസ്മരിച്ച് വി.ടി. മുരളി പ്രഭാഷണം നടത്തി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സഹൃദയ സംഘം വടകരയുടെ ആഭിമുഖ്യത്തിൽ ആദരവോടെ എന്ന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. മഹാനായ സംഗീത സംവിധായകൻ എം.ബി. ശ്രീനിവാസന്റെ ചരമദിനത്തിൽ അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഗീതവും ജീവിത വഴികളും വി.ടി. മുരളി പരിചയപ്പെടുത്തി. അത് മാത്രമല്ല, ഏറ്റവും കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ബന്ധപ്പെടുന്ന ഒരു പാട്ടുശാഖ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാരുടെ പാട്ടുകളാണ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ പാട്ടുകൾ കേട്ടാണ് അദ്ദേഹത്തിന് ഈ വലിയ സാമൂഹിക ബോധവും കുറച്ച് വളർന്നപ്പോൾ പിന്നെ വലിയ സാമൂഹിക വീക്ഷണവും അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ എത്തുന്നതിന് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാരുടെ പാട്ടുകളാണ്. സുബ്രഹ്മണ്യ ഭാരതി മരിച്ച വർഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പാട്ടിലൂടെയാണ് അദ്ദേഹം സാമൂഹിക വീക്ഷണവും കമ്മ്യൂണിസ്റ്റും ഒക്കെ ആവുന്നത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ പാട്ടിലൂടെയല്ല, മറിച്ച് ഒരു ദേശീയ ബോധമുള്ള അല്ലെങ്കിൽ ദേശീയ കവി എന്ന് വിശേഷിപ്പിക്കാവുന്ന സുബ്രഹ്മണ്യ ഭാരതിയുടെ പാട്ടുകളിലൂടെയാണ്. പിന്നീടാണ് മാർക്സിസത്തിലൊക്കെ ആകർഷണമാകുന്നു, കമ്മ്യൂണിസ്റ്റായിത്തീരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പിതൃ സഹോദരനായിട്ടുള്ള വെങ്കട്ടരാമൻ എന്ന് പറയുന്ന ആൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. മദ്രാസ് പ്രസിഡൻസി കോളേജിലെ ഉപരിപഠന സമയത്ത് അദ്ദേഹം വിദ്യാർത്ഥി സംഘടനയിലെത്തുന്നു. ഇന്നത്തെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഭാഗമായിട്ടുള്ള മദ്രാസ് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതാവായിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലെ നേതാവായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗുരുനാഥനില്ലാതെ, പ്രത്യേകിച്ച് ഒരു വഴികാട്ടി ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ കലാബോധം എങ്ങനെ വികസിച്ചു എന്നുള്ളത് പറയുന്നില്ല. ടി. രാധാകൃഷ്ണൻ ആമുഖ ഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.